www.hubburrasool.net. പ്രപഞ്ചപ്രഭയുടെ പ്രഭവ കേന്ദ്രം പ്രവാചക പ്രഭു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിയാനത്തിന് മുമ്പേ പ്രദീപ്ത മതത്തിന്റെ പ്രചാരമെത്തിയ പ്രമത്ത സമൂഹമാണ് കേരള മുസ്ലിംകൾ. പ്രത്യുത മതത്തിന്റെ പൈതൃക പ്രത്യയങ്ങളെ പുണർന്ന് അവർ ജീവിതം നയിച്ചു പോന്നു. പണ്ഡിത പ്രമുഖർ പകർന്നു നൽകിയ പ്രാഗ്ബോധത്തെ തച്ചുടച്ച് 927 പ്രലപന പ്രലോഭനവുമായെത്തിയ ഐക്യസംഘത്തിന്റെ മുമ്പിൽ പണ്ഡിത പ്രവരർ പകച്ചു നിന്നില്ല. പ്രസൂതിത വിദഇകളെ പ്രതിരോധിച്ച് സമൂഹത്തെ പ്രമുക്തമാക്കാനും പ്രാമാണിക ദർശനത്തെ പ്രസരിപ്പിക്കാനും 1926 രൂപം കൊണ്ട പണ്ഡിത സഭയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സയ്യിദ് വരക്കൽ തങ്ങളുടെയും പാങ്ങിൽ AP ഉസ്താദിന്റെയും കാർമ്മികത്വത്തിലുള്ള ജ്ഞാനപടുക്കൾ അസ്ഥിവാരമിട്ട പണ്ഡിത കൂട്ടായ്മ വിദ്യാഭ്യാസ സാംസ്കാരിക സേവന മേഖലകളിൽ നിറസാന്നിധ്യമായി തിളങ്ങി നിന്നു. നവജൽപ്പനങ്ങളുടെ ഉപാസകരെ വേരോടെ പിഴുതെറിയാൻ പദ്ധതികൾ ആവിഷ്കരിച്ചു. ലക്ഷ്യനിർവഹണത്തിന്റെ കർമ്മചടുലതയിൽ പ്രോജ്വലിച്ചു നിൽക്കുന്ന 6.5 പതിറ്റാണ്ട് ശേഷം 1989 സമസ്ത പിളരാനായിരുന്നു നാഥന്റെ വിധി. സംഘടനാ സാരഥ്യങ്ങളിലെ വിഭജിപ്പും പ്രസാദന സ്ഥാപന സംവിധാനങ്ങളിലെ വീതം വെപ്പും തകൃതിയായി നടന്നു. പക്ഷേ പൂർവസൂരികൾ പകർന്നു നൽകിയ സമസ്തയുടെ പൈതൃകത്തിന്റെ അവകാശവാദവുമായി ഇരുവിഭാഗവും ഇന്നും നിലയുറപ്പിക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിന്റെ മുമ്പ് ഖഡിയത്ത് അഹമ്മദ് മുസ്ലിയാർ പ്രസിഡന്റും EK അബൂബക്കർ മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയും ആയിരുന്ന ആ കാലഘട്ടത്തിൽ ഏകകണ്ഠമായി എടുത്ത തീരുമാനം, ആ തീരുമാനത്തിൽ നിന്ന് അണുവളവ് മാറാതെ ഇളകാതെ നിൽക്കുന്നത് ഞങ്ങളാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നത് ഒരു നിലക്കും ആ പേര് പോലും ഉപയോഗിക്കാൻ പാടില്ല, അത് സമ്മതിക്കില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. അതിൻ്റെ ചുരുക്കപ്പേരായ സമസ്ത ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞത് മുമ്പ് ആർക്കൊക്കെ ഇവിടെ ഉണ്ടായത് പോലും തന്നെ നിലനിർത്തണം. പിളർപ്പിന്റെ 2.5 പതിറ്റാണ്ടിപ്പുറത്തു നിന്ന് സ്ഥാപിത ലക്ഷ്യങ്ങളെ നെഞ്ചോടി ചേർത്ത സത്യസമസ്തയേതെന്ന എളിയ അന്വേഷണമാണിത്. നമ്മുടെ ചുറ്റുവട്ടത്തെ കാഴ്ചകളും വാർത്തകളും നിറം പകരുന്ന സത്യങ്ങളിലൂടെ ഒരു താരതമ്യ പഠനം. ആഫ്റ്റർ 89 സമസ്ത എ കമ്പാരിറ്റീവ് സ്റ്റഡി. 89 ശേഷം സമസ്ത ഒരു താരതമ്യ പഠനം. ഒരു പ്രസ്ഥാനത്തിന്റെ ഗതിവിഗതികളെ നിർണയിക്കുന്ന ചാലകശക്തിയാണ് അതിന്റെ നേതൃത്വം. താരതമ്യാന്വേഷണത്തിന്റെ തുടക്കം സാരഥികളെ കൊണ്ട് തന്നെയാവട്ടെ. സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമ അധ്യക്ഷൻ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ. സമുദായ സാരഥ്യത്തിന്റെ പാരമ്പര്യമുള്ള നബി കുടുംബത്തിലെ അനുഗ്രഹീത സന്തതി 5.5 പതിറ്റാണ്ട് മുമ്പ് 1956 സമസ്തയുടെ മുഷാവറ അംഗമായി. 976 ആയപ്പോൾ പരമോന്നത സഭയുടെ ഉപാധ്യക്ഷ പദവി തേടിയെത്തി. സമസ്ത പിരിയുന്നതിന്റെ 1 പതിറ്റാണ്ട് മുമ്പ് തന്നെ മുഷാവറായോഗത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ച തങ്ങൾ പ്രസിഡന്റ് കണ്ണിയത്തുസ്താദിന്റെ അഭാവത്തിൽ നിരവധി യോഗങ്ങളിൽ അധ്യക്ഷമരുളി. 89 സമസ്ത പുനഃസംഘടിപ്പിച്ചത് മുതൽ ഇതപര്യന്തം തങ്ങൾ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നു. ചുറ്റുവട്ടത്തെ ചമൽക്കാരങ്ങൾക്ക് ചെവി കൊടുക്കാതെ നേര് പറയാൻ നെഞ്ചൂക്ക് കാട്ടുന്ന താജുൽ ഉലമയുടെ സ്ഥൈര്യം സമസ്ത പ്രവർത്തകർക്ക് എന്നും ആവേശമാണ്.
സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾ നമ്മളാരെന്ന് പറഞ്ഞ് നടക്കണ കുറച്ച് ആളുണ്ടല്ലോ. ഒരു പേരൊന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങളെ ആള് മറ്റതൊന്നും ശരിയല്ല, സുല്ലാനല്ല, ഓരോ പുറത്താക്കിയവരാണ്. ആര് പുറത്താക്കിയടാ? നമ്മൾ ഇറങ്ങിപ്പോന്നാടാ. സുന്നത്ത് ജമാഅത്തിന് എതിരെ ആരെന്ന് കണ്ടാലും ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ഇസ്ലാമിലില്ലടാ. ഇസ്ലാമിന് അനുസരിച്ച ഭൂരിപക്ഷമേ ഉള്ളൂ. ലോകത്ത് മുഴുവനും കാഫറല്ല ഭൂരിപക്ഷം. നമ്മൾക്ക് ഭൂരിപക്ഷം കൂടുക എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്ന. ഇനി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചത് പിളർപ്പിന്റെ ശേഷം 4 പേരാണ്. റഈസുൽ മുഹഖ്ഖീൻ കണ്ണിയത്ത് ഉസ്താദ്, പാണ്ഡിത്യത്തിന്റെ ഗരിമയിൽ ആത്മീയതയുടെ ഔന്നിത്യത്തിലെത്തിയ സൂക്ഷ്മശാലി, ആദർശബോധത്തിന്റെ കണിശതയിൽ സമസ്തയെ നിയന്ത്രിച്ച കർമ്മയോഗി, പ്രായാധിക്യത്തിന്റെ പ്രയാസങ്ങളിൽ മുശാവറ യോഗങ്ങളിൽ പോലും പങ്കെടുക്കാതിരുന്ന കാലത്താണ് വിഭജനം സംഭവിക്കുന്നത്. കണ്ണിയത്ത് ഉസ്താദ് ഉള്ളാൾ തങ്ങൾക്കും കാന്തപുരത്തിനും എതിരാണെന്നും അവർക്കെതിരെ ദുആ ചെയ്തെന്നും പ്രചണ്ഡ പ്രചാരങ്ങൾ നടത്തി. എന്നാൽ കണ്ണിയത്ത് ഉസ്താദ് ഉള്ളാൾ തങ്ങൾക്കൊപ്പമായിരുന്നു എന്ന സത്യം സമൂഹത്തോട് പറയാൻ കാലം കാത്തിരിക്കുകയായിരുന്നു. ചേളാരി സമസ്തയുടെ ഈ ബന്ധത്തിൽ മനംനൊന്ത് കണ്ണിയത്ത് ഉസ്താദിന്റെ ആദർശധാര ചോരാതെ മുറുകെ പിടിക്കുന്ന കാന്തപുരം സമസ്തയിലെത്തിയ കണ്ണിയത്ത് ഉസ്താദിനെ അടുത്തറിയുന്ന മകൻ കുഞ്ഞുമോൻ മുസ്ലിയാരുടെ വാക്കുകൾ വെളിച്ചം വീശുന്നത് 89-ന് ശേഷം ചേളാരി പ്രസിഡന്റുമാരിൽ കണ്ണിയത്ത് ഉസ്താദിനെ എണ്ണാൻ തരമില്ലെന്നതാണ്. അതെല്ലാം ഒരു സമസ്ത എന്ന വീക്ഷണത്തിൽ ആണ് നിലപാടുണ്ടായത്. കണ്ണിയത്ത് ഉസ്താദിന്റെ വഫാത്തിന് ശേഷം ഉള്ളാൾ തങ്ങളുടെ മറുഭാഗത്ത് നിയുക്തനായത് അസ്ഹരി തങ്ങളായിരുന്നു. അതുവരെ മുഷാവറാംഗം പോലുമല്ലാത്ത ഒരാൾ സമസ്തയുടെ പ്രസിഡന്റ് പദവിയിലെത്തിയത് അതാദ്യം. ഏറെ പിന്നിടും മുമ്പ് കാലം കണക്ക് ചോദിച്ചു തുടങ്ങി. സമസ്തയിലെ നേതാക്കൾ പോലും വിവരമില്ലാത്തവരാണെന്ന് തങ്ങൾ പ്രബന്ധമെഴുതി. മൂദേവി സമസ്തക്കാർ പരിഗണിക്കുന്നില്ലെന്ന് പരിഭവിച്ച് പ്രഭാഷണങ്ങൾ നടത്തി. എന്നെ അവഹേളിക്കുകയാണ്. എന്നെ കൊണ്ട് പറഞ്ഞൂടെ? എന്തിനേ പറയുന്നു? ഞാനുമായി വലിയ അടുപ്പമില്ലാത്ത മുസ്ലിയാർ എന്നെ ഞങ്ങളുടെ സമ്മേളനത്തിൽ തരാനായിരുന്നു വരണമെന്ന് കത്ത് വന്ന് കൊടുക്കുന്നതാണ്. കത്ത് വായിച്ചത് ആ സ്ഥാനം പോലും ഈ സമസമുദാദികൾ, അവിടുത്തെ കരിഞ്ചന്ത കച്ചവടക്കാർ, അവിടുത്തെ ചമ്മാട്ടം ചെയ്ത് ഇന്നും അവരെ പുറത്താക്കാൻ വേണ്ടി പലരും ഉത്സാഹിക്കുന്ന ആ നാട് പാവപ്പെട്ട തങ്ങന്മാരവിടെ ഭയത്തുകൊണ്ട് അവർക്കൊന്നും ചെയ്യാതെ ദുആ ചെയ്യാം. അസ്ഹരി തങ്ങളെ പിന്നെ സമസ്തയിൽ കണ്ടില്ല. അടുത്തതായി പ്രസിഡന്റ് പദം കാളമ്പാടി ഉസ്താദിനെ ഏൽപ്പിക്കപ്പെട്ടു. തിരുകേശം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അപക്വമായി ഇടപെടാതെ ഷെയറെ മുബാറക്കിനെതിരെ ജിഹാദിനിറങ്ങിയവരോടുള്ള കാളമ്പാടി ഉസ്താദിന്റെ രോഷം നിങ്ങൾ കേൾക്കുക. ഈ അമ്പലക്കട ഉസ്താദും അതുപോലെ തന്നെ കാസിം ഉസ്താദല്ലേ ഇത് ഇങ്ങനെ പരസ്യമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആളുകളുടെ ഇടയിൽ ഒരു ഇതാവൂലേ? അത് അവരോട് ചോദിക്കണം. അല്ല, അപ്പൊ ഉസ്താദുമാരൊന്നും അതിന് സമ്മതം കൊടുത്തിട്ട് ഇല്ലേ ഈ വിഷയത്തില്? ഞങ്ങളായിട്ട് സമ്മതം കൊടുത്തിട്ടില്ല. അല്ല, ഇവർ അമ്പലക്കട ഉസ്താദൊക്കെ ഉസ്താദിന്റെ ഒക്കെ പേരാ പറയുന്നത്. ചെറുശ്ശേരി ഉസ്താദ് അടക്കമുള്ള ഉസ്താദുമാരെ സമ്മതം ഉണ്ട് എന്നുള്ള തരത്തിലാണ് സംസാരിക്കുന്നത്. അതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഞാൻ ഈ അമ്പലക്കട ഉസ്താദിനെ നേരിട്ട് പല പ്രാവശ്യം വിളിച്ചതാണ്. അപ്പോ പിന്നെ അവര് സ്വന്തം നിലക്ക് പറയുന്ന എല്ലാ ഉസ്താദുമാരൊക്കെ സമ്മതത്തോടു കൂടിയാണ് ചെറുപ്പക്കാരെ നമ്മൾ ഈ കാര്യം ഇടപെടുന്നത് എന്നുള്ള തരത്തിലാണ് ഓരോ സംസാരത്തിന്റെ പോക്ക്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിനൊന്നും മറുപടി എതിരാണ്. ഇല്ല, അത് പറഞ്ഞ ശരിയാണ്. പക്ഷെ ഇതാരെങ്കിലും അമ്പലക്കട ഉസ്താദൊക്കെ പറയും ആളുകളുടെ അമ്പലക്കട കാര്യമാണല്ലോ, പള്ളിക്കട കാര്യമാണല്ലോ, ആരായാലും മതി. ഒരു സംഗതി പറയുമ്പോൾ അതിനൊരു അടിസ്ഥാനം വേണം. കാളമ്പാടി ഉസ്താദ് വഫാത്തായപ്പോൾ താഴ്സിയത്തിനെത്തിയ കാന്തപുരത്തിന് നേരെ ജനാസയുടെ ചാരത്ത് നിന്ന് പരാക്രമം കാണിച്ചപ്പോൾ പ്രസിഡന്റിനോടുള്ള പ്രതിബദ്ധത പ്രബുദ്ധ സമൂഹം തിരിച്ചറിഞ്ഞു.
വാർത്തകൾ തുടരുന്നു. EK വിഭാഗം സംസ്ഥയുടെ സംസ്ഥാന പ്രസിഡന്റും പ്രമുഖ പണ്ഡിതനുമായ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരുടെ ജനാസ ഖബറടക്കി. മരണവാർത്തയറിഞ്ഞ് ആയിരങ്ങളാണ് ജനാസ സന്ദർശനത്തിനെത്തിയത്. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ജനാസ സന്ദർശിച്ചു. നിര്യാണത്തിൽ കാന്തപുരം അനുശോചനം അറിയിച്ചു. അതേസമയം ജനാസ സന്ദർശന വേളയിൽ കാന്തപുരത്തിനെതിരെ നടന്ന നീക്കങ്ങൾ ആശയക്കുഴപ്പത്തിനിടയാക്കി. SKSS പ്രവർത്തകരിൽപ്പെട്ട ഒരു വിഭാഗം കാന്തപുരത്തിനെതിരെ ജനാസക്കരികിൽ വെച്ച് ബഹളം വെക്കുകയും കയ്യേറ്റത്തിൽ തിരുകേശത്തെ അവഹേളിക്കാൻ ചട്ടം കെട്ടിയ ജിഹാദുകാർക്കിടയിൽ മൗനമവലംബിച്ച കോയക്കുട്ടി ഉസ്താദാണ് ഇപ്പോൾ ചെറുശ്ശേരി സമസ്തയുടെ പ്രസിഡന്റ്. കാന്തപുരം വിരോധത്തിന്റെ കൂടാരത്തിൽ APയോട് വ്യക്തിവിരോധമില്ലെന്ന് പറഞ്ഞ നവ പ്രസിഡന്റിന് സമസ്തയിലെ ഭാവി കാത്തിരുന്ന് കാണണം. കാന്തപുരം സമസ്തയുടെ പ്രസിഡന്റ് മുഷാവറയിലെത്തി 3 പതിറ്റാണ്ട് ശേഷം 985കളിലാണ് കോയക്കുട്ടി ഉസ്താദ് മുഷാവറയിലെത്തുന്നത്. വിഭജനത്തിന് മുമ്പേ താജുൽ ഉലമ സമസ്തയുടെ വൈസ് പ്രസിഡന്റ് പദവിയിലെത്തിയെങ്കിൽ 25 വർഷം പിന്നിട്ട് 2000-ലാണ് കോയക്കുട്ടി ഉസ്താദ് വൈസ് പ്രസിഡന്റ് ആകുന്നത്. 2012-ലാണ് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുന്നത്. നേതൃപൈതൃകത്തിലെ അന്തരം താരതമ്യത്തിൽ എഴുന്നു നിൽക്കുന്നുണ്ട്. അണികളുടെ ആവേശവും അനുസരണയുടെ അവസാന വാക്കുമായിരുന്നു സമസ്തയുടെ അധ്യക്ഷന്മാർ. അവർ സമസ്തയെ അധിക്ഷേപിക്കുന്നവരോ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിൽ മാറി നിൽക്കുന്നവരോ ആയിരുന്നില്ല. പ്രസിഡന്റ് പിന്നീട് സമസ്തയിൽ തന്നെ ഇല്ലാതായ ചരിത്രവും മുമ്പില്ല. എങ്കിൽ 89-ന് ശേഷം ആരാവണം സമസ്തയുടെ അമരത്ത്? അന്വേഷണത്തിന്റെ അടുത്ത ഏട് താരതമ്യം സെക്രട്ടറിമാർക്കിടയിൽ. താരതമ്യത്തിന്റെ സാധുത വൈരുദ്ധ്യങ്ങൾക്കിടയിലാണ്. ആദർശ കണിശതയിൽ സാമ്യസ്വരമുള്ള APEK അന്തരങ്ങളുടെ ചർച്ച ഇവിടെ അപ്രസക്തമാകുന്നു. തടിച്ചുകൊള്ളു. ഇന്ന് അവരാണ് അതിനെ നിയന്ത്രിക്കുന്നത്. നിങ്ങൾ EK ഉസ്താദിനെയും കണ്യത്ത് ഉസ്താദിനെയും വിട്ടിട്ട് കാലത്തിന് EK ഉസ്താദിന്റെ ആദർശങ്ങളിൽ നിന്ന് കാതങ്ങൾ അകലെയാണ് ഇന്ന് ചെറുശ്ശേരി സമസ്തയെന്ന് തെളിവ് നിരത്തി സമർത്ഥിക്കപ്പെടുമ്പോൾ ഇവിടെ പുതിയ ഫോർമുല നാം എടുക്കുന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ. 1974-ൽ സമസ്ത മുഷാവറയിലെത്തിയ കാന്തപുരം അടുത്ത വർഷം 75-ൽ SYSന്റെ സെക്രട്ടറി പദം അലങ്കരിച്ചു. പിന്നീട് ഓഫീസ് സെക്രട്ടറിയായും ജോയിന്റ് സെക്രട്ടറിയായും കാന്തപുരം ഉസ്താദിന്റെ പദവി ഉയർന്നു. 89-ൽ സമസ്ത പുനഃസംഘടിപ്പിച്ചത് മുതൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇന്നും തിളങ്ങി നിൽക്കുന്നു. അണികളിൽ ആവേശത്തിന്റെ അലതല്ലലുയർത്തുന്നതാണ് AP എന്ന ദ്വയാക്ഷരങ്ങളെന്ന് 60-ാം വാർഷിക സുവനീർ എഴുതി. ആ നാമം കേൾക്കുമ്പോൾ തക്ബീർ. AP ആ ദ്വയാക്ഷരങ്ങൾക്ക് വേണ്ടി സദസ്സ് കാതോർത്തു. സമ്മേളന വിജയത്തിന് പിന്നിലെ ശില്പിയും സംഘടനയുടെ കരുത്തനായ പടനായകനുമായ മൗലാന കാന്തപുരം. ആ പേര് മൈക്കിലൂടെ കേൾക്കുമ്പോഴെല്ലാം അന്തരീക്ഷം ഭേദിക്കുമാർ തക്ബീർ ഉയർന്നു. സമാപന സമ്മേളനം തുടങ്ങും മുമ്പ് അറബിയിലും മലയാളത്തിലും ആലപിച്ച സ്വാഗത ഗാനങ്ങളിൽ APയെ പരാമർശിച്ചപ്പോൾ പോലും സമുദ്ര സമാനമായ സദസ്സ് ആവേശം കൊണ്ടു. കാന്തപുരമെന്ന ആവേശവും തക്ബീറിന്റെ ആരവവും പണ്ടേയുണ്ടായിരുന്നുവെന്ന് പറയുന്നത് മുത്തേടം കാസിമി. എനിക്കോർമ്മണ്ട്, മുതലക്കുളത്ത് മുമ്പൊരിക്കൽ ബഹുമാനപ്പെട്ട കോട്ടുമൽസാദ് പ്രസംഗിച്ചപ്പോൾ അബൂബക്കർ മുസ്ലിയാർ എന്നൊന്ന് പറഞ്ഞു. അപ്പോൾ നേരെ മതിന്റെ അപ്പുറത്ത് കുറെ ചെറുപ്പക്കാരിരുന്നിരുന്നു. അവര് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. 1978-ൽ മുഷാവറ മെമ്പറായ ചെറുശ്ശേരി പിളർപ്പിന് ശേഷം സമസ്തയുടെ ട്രഷററായി. പിന്നെ സെക്രട്ടറി സ്ഥാനത്ത് അവരോധിതനായത് 1996-ലാണ്. പിളർപ്പിന് മുമ്പ് തന്നെ കർമ്മകുശലതയുടെ പ്രശംസയേറ്റുവാങ്ങിയ കാന്തപുരം
മർക്കസടക്കമുള്ള വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അജയ്യമായ മുന്നേറ്റം തുടരുകയാണ്. ലോകത്ത് തന്നെ ഏറ്റവും വലിയ ബുഖാരി സബക്ക് നടത്തുന്ന ഒരു പണ്ഡിതൻ കേരളത്തിനുമപ്പുറം ഗുജറാത്തിലും ഡൽഹിയിലും കശ്മീരിലും വരെ പ്രവർത്തന മണ്ഡലങ്ങൾ തീർത്തു കഴിഞ്ഞു. ഇതിനകം 2000-ലധികം പള്ളികൾ സമുദായത്തിന് സമർപ്പിക്കാനും കാന്തപുരത്തിനായി. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പ്രബോധന പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായ കാന്തപുരം നിരവധി അന്താരാഷ്ട്ര ഇസ്ലാമിക സമ്മേളനങ്ങളിൽ ഇന്ത്യൻ മുസ്ലിമീങ്ങളെ പ്രതിനിധീകരിച്ചു വരുന്നു. അഹ്ലുസുന്നയുടെ യശസ് വാനോളമുയർത്തി മഖ്ദൂമിന് ശേഷം ഒരു കേരള പണ്ഡിതൻ ലോകത്തിന്റെ നെറുകയിലെത്തുന്നത് സമസ്തക്ക് അഭിമാനമാണ്. والأخذ بالتجويد حتم لازم من لم يدبر القرآن آثم فإذا الالتزام بالتجويد حتم واجب. ആഗോള പണ്ഡിതനെന്ന് വാഴ്ത്തപ്പെട്ട ഷംസുൽ ഉലമയുടെ പിൻഗാമി കൊണ്ടോട്ടി ചന്തയിൽ ഒതുങ്ങിപ്പോയത്, വിനയത്തിന്റെ ലേബലൊട്ടിച്ച് മിനുക്കേണ്ടി വന്നത് ഈ ചർച്ചയിൽ പറയാതെ വയ്യ. അദ്ദേഹം എളിമയുടെ പ്രതീകമാണ്. കൊണ്ടോട്ടിയുടെ മീൻ മാർക്കറ്റിൽ നിന്ന് മീനും വാങ്ങി റോഡിന്റെ ചാരത്തുകൂടെ വീട്ടിലെത്തി കാളിയാര പള്ളിയിൽ ഒരു സാധാ മൗമുമായി നിന്ന് നമസ്കരിക്കുന്നത് പലപ്പോഴും. പ്രഭാഷണ വേദികളിൽ കാന്തപുരത്തിന്റെ നോക്കും വാക്കും ആകർഷണീയവും ആവേശദായകവുമാണ്. ആദർശ മതരംഗങ്ങൾക്കപ്പുറത്ത് ആനുകാലിക വിഷയങ്ങളിലും ഇടപെടേണ്ടടുത്ത് സധൈര്യം നടത്തുന്ന വാഗ്വൈഭവം നേതൃഗുണത്തിന്റെ അനുപമ അടയാളമാണ്. ഇപ്പോൾ ഭരിക്കുന്ന സെൻട്രൽ ഗവൺമെന്റിനോടും കേരള ഗവൺമെന്റിനോടും മുമ്പ് ഭരിച്ചവരോടും ഇനി ഭരിക്കാൻ ആരുണ്ടെങ്കിൽ അവരോടും എല്ലാ രാഷ്ട്രീയക്കാരോടും ഞങ്ങൾ താക്കീത് ചെയ്യുന്നു. മുസ്ലിംകൾക്ക് അവകാശപ്പെട്ടത് നിങ്ങൾ ആരായാലും തന്നേ പറ്റൂ, അത് തരിക തന്നെ ചെയ്യണം. സമസ്തയുടെ നായകൻ മുമ്പിലൊത്തുകൂടിയ ജനാവലിക്ക് മുമ്പിൽ പ്രസംഗിക്കുന്നത് ഇവിടെ താരതമ്യത്തിന്റെ അളവുകോലുകൾക്കും താഴെയാണ്. ഒരു സമസ്ത സെക്രട്ടറിയുടെ പ്രസംഗത്തിന്റെ ചില ഭാഗം നിങ്ങൾ കേൾക്കുക. ഒരു സമവായ അങ്ങനെ വായ ഉണ്ടോ? നമ്മൾ കേട്ടത് നിയന്ത്രവായ, അത് പ്രകാരം തന്നെ മൈസൂര് വായ, മലമുണ്ടി വായ, പല ജാതി വായക്കളും നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ പാത്താനിരിക്കണ മാതിരിയിലല്ല ഒരു ഇന്ത്യൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ പാത്താൻ കുതിർക്കുമ്പം വളരെയധികം പരിശോധിച്ചിട്ട് വളരെയധികം ക്ലിയർ ചെയ്തിട്ടേ ഒഴുകി പാത്താൻ കഴിയുള്ളൂ. കാരണം വലിയ വ്യക്തികളാണ്, വലിയ എതിരുണ്ടാവും. അപ്പം നിയമം തന്നെ ആളെ വെയിറ്റ് അനുസരിച്ച് എതിരുണ്ടാവും എന്ന് പറഞ്ഞ് നുണ പറഞ്ഞാൽ അത് കണ്ണും മൂക്കും കാലും സാമാനും ഒക്കെ കഴിഞ്ഞു. കാലം കാതോർക്കുന്ന കാന്തപുരത്തിന്റെ വാക്കുകൾ സമൂഹത്തിലെത്തിക്കാൻ കാത്തു നിൽക്കുന്ന മീഡിയ സമൂഹം മതവിഷയങ്ങളിൽ സുന്നി സമൂഹത്തിന്റെ നിലപാട് ആരായുന്നത് ഏത് സെക്രട്ടറിയോടാണ്? അങ്ങനെ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് വലിയ വലിയ സ്ഥാനം കൊടുത്തെങ്കിലും അവരുടെ പാതിവൃത്തി സംരക്ഷിക്കുവാനും അവരുടെ പരിശുദ്ധി നിലനിർത്താനും പരപുരുഷന്മാരുമായി ഇടകലരുന്ന എല്ലാ രംഗങ്ങളിലൊന്നും അവർ മാറി നിൽക്കേണ്ടതാകുന്നു എന്ന സംവിധാനമാണ് ഇസ്ലാം ഏർപ്പെടുത്തുന്നത്. വിരൽത്തുമ്പുകൾ നഗ്നതയുടെ കഥ പറയുമ്പോൾ, കർണപുടങ്ങൾ മ്യൂസിക്കിൽ ലയിക്കുമ്പോൾ, ചികഞ്ഞ ചിത്രങ്ങൾ ഇക്കിളിപ്പെടുത്തുമ്പോൾ, ആത്മീയ വീഥിയിലൂടെ വഴി നടത്താൻ വെബ്സൈറ്റ് യുഗത്തിലേക്കൊരു പുത്തൻ കാൽവെപ്പ് www.hubburrasool.net